പുനർജന്മം എന്ന് പറയുന്നുണ്ടല്ലോ, അത് പലർക്കും ഒരു തിയറിയാണ്. പക്ഷേ എനിക്കത് തിയറി അല്ല, അതെൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനിത്, ഈ ജന്മത്തിൽ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ ജനിക്കുകയാണെങ്കിൽ, സപ്പോസ് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പുള്ള ജന്മത്തിൽ അയാൾ ഏത് ഇതിലാണ് ജനിച്ചതെന്ന് എങ്ങനെ പറയും? എന്ന് വെച്ചാൽ എപ്പോഴും ബ്രാഹ്മണനായിട്ട് തന്നെ വരുമോ, എപ്പോഴും ക്രിസ്ത്യനായി? എന്നാൽ പിന്നെ ആ റീബർത്തിൻ്റെ തിയറി അങ്ങ് തീർന്നു കഴിഞ്ഞു. അങ്ങനെ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ ബുദ്ധിസ്റ്റ് പറഞ്ഞ പോലെ ആയിപ്പോകും. ദലൈലാമ പിന്നെയും ഒരിടത്ത് തന്നെ ജനിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നത്? ഇറ്റ്സ് എ മോക്കറി ഓഫ് റീഇൻകാർണേഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി എല്ലാം പറഞ്ഞ ആ തിയറിയെ പറ്റി, അദ്ദേഹം നല്ല മനുഷ്യനാണ്, എനിക്ക് വളരെ റെസ്പെക്റ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, ജെനുവിനായിട്ടുള്ള സന്യാസിമാരെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷേ അത് അറിഞ്ഞുകൂടാ, ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ എന്താ പറഞ്ഞു? അപ്പോൾ മേ ബി ഏതെങ്കിലും ജന്മത്തിൽ വേറെ ഇൻഫ്ലുവൻസസ് കാണും. അതുകൊണ്ട് അത് യങ് ഏജിൽ തന്നെ അതങ്ങോട്ട് മാനിഫെസ്റ്റഡായി അങ്ങനെ മാറിയതും ആകാം. ഇൻ്റലക്ച്വലായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു 8 വയസ്സ് അല്ല ഒരു 12 വയസ്സൊക്കെ ആയപ്പോൾ, എനിക്ക് തോന്നുന്നു 8ാമത്തെ വയസ്സിൽ ബാബാജി തലയിൽ കൈവച്ച സമയത്താണ് കുറച്ച് ചേഞ്ച് ഉണ്ടായത്. അദ്ദേഹം ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ചേഞ്ച് ചെയ്യണോ ഒന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടുപിടിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രീം ഉണ്ടെങ്കിൽ അത് പഴയ ഏൻഷ്യൻ്റ് ഹിന്ദു സ്ട്രീമാണ്. ഉപനിഷത്തെടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഡയലോഗാണ്. നീ ഇത് വിശ്വസിക്കണം എന്നാരും പറയുന്നില്ല. തമ്മിൽ ഡയലോഗ് നടത്തിയിട്ടല്ലേ മനസ്സിലാക്കുന്ന. ചാന്തോക്യ ഉപനിഷത്തിൽ ഒരു ഉദ്ദാലകാരുണിയുടെ മകൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന്, ഋഷിയാണ് അദ്ദേഹം, പറയാണ് സത്യത്തിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം. അപ്പം അദ്ദേഹം പറയാണ്, അതാ അവിടെ ഒരു ആരുമരം കാണുന്നില്ലേ, ബാനിയൻ ട്രീ, നീ അവിടെ പോയി അതിൻ്റെ ഒരു വിത്തെടുത്തോണ്ട്. അല്ലാതെ അദ്ദേഹം ഇങ്ങനെ പറയുന്നില്ല, എന്ന് പറഞ്ഞാൽ ദൈവമാണ്, നീ അത് വിശ്വസിക്കണം ഒന്നുമില്ല. നീ അത് എടുത്തോണ്ടോ, അതൊന്ന് പീൽ ചെയ്തു. എന്ത് കാണുന്നു? അതകത്ത് വൈറ്റ് കളറിൽ അതിൻ്റെ ഉണ്ടല്ലോ, അകത്ത് സ്കിന്നെടുത്ത് കഴിയുമ്പോൾ ഒരു കെർണൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, KERNA. അതിനകത്ത് എന്ത് കാണുന്നു? വിത്ത്, ചെറിയ കറുത്ത വിത്ത്. അതിലൊരു വിത്തെടുത്ത് അതിനെ ഓപ്പൺ ചെയ്തു. എന്ത് കാണും? ഒന്നും കാണുന്നില്ല. അപ്പം അദ്ദേഹം പറയാണ്, ആ നിൽക്കുന്ന ആലുമരം ഇതൊന്നുമില്ല എന്ന് നീ പറയുന്നതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നീ പറയുന്നത് ഒന്നുമില്ല, ശൂന്യമാണെന്ന്, അതിൽ നിന്നാണ് ഈ മരം മുഴുവൻ വന്നിരിക്കുന്നത്, ഇത്രയും വലിയ മരം. അപ്പോൾ സത്യം ഏതാണ്ട് അടുത്താണ്, അതിൻ്റെ അടുത്താണ്. ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഇപ്പോൾ ഇത് ഉപനിഷത്തിക് ടീച്ചിങ്സാണ്. ഇനി ഒരു ലെവലിൽ ടീച്ചിങ് എന്താണ്? നീ ഇത് വിശ്വസിച്ചോളണം, ഒരു ദൈവമേ ഉള്ളൂ എന്ന് നീ വിശ്വസിച്ചു. സപ്പോസ് എനിക്ക് വിശ്വസിക്കാൻ പയ്യെങ്കിൽ എന്ത് ചെയ്യും ഞാൻ? അപ്പോൾ എനിക്കത് വയ്യ, ഞാൻ ഐ ഡോണ്ട് ബിലീവ്. ചിലപ്പോൾ ഒരുപാട് കാണുമായിരിക്കും. എങ്ങനെ അറിയാം? അതിന് ഉത്തരവില്ല. പിന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്താലേ മനുഷ്യൻ നല്ല മനുഷ്യനായിട്ട് പറയാം. ചിലപ്പോൾ അത് കോൺട്രഡിക്ടറിയും ആയിരിക്കാം. അവർ പറയുന്ന ഇൻറ്റൻഷൻ നന്നായിരിക്കും, പക്ഷെ നമുക്കത് കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതല്ല, വേറെ എന്തെങ്കിലും കാണണം. അങ്ങനെയാണ് ഞാൻ പതുക്കെ ബാക്കിയുള്ള അവിടുത്തെ സ്വാമിമാരെയും ഇങ്ങനെയുള്ള ആളുകളെയും ചെന്ന് കാണുകയും, പബ്ലിക് ലൈബ്രറിയിൽ നല്ലൊരു ലൈബ്രറിയൻ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം. അദ്ദേഹം ഞാൻ പോകുമ്പോൾ കറക്റ്റായിട്ട് ആവശ്യമുള്ള ബുക്ക് എടുക്കേണ്ടി തരും. ഒരു താടിയൊക്കെ ഉള്ള ഒരാൾ. ഞാൻ ആദ്യം വിചാരിച്ചു സ്വാമിയാണ്, അല്ല. അപ്പം അങ്ങനെ മെയിനായിട്ട് അതിൻ്റെ കാരണം ചോദിച്ച് ഡയലോഗ് നടത്തി, സംവാദം നടത്തി ആൻസർ ചെയ്യുന്ന ഒരു സ്ട്രീം ഞാൻ കണ്ടത് ഇതാണ്. ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ജന്മാന്തര യാത്രയാണ്.
പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആ ഇൻട്രസ്റ്റിനെ അങ്ങോട്ട് കൊണ്ടുപോയി അതിൻ്റെ കറക്റ്റ് ഗോളിലെത്താൻ വേണ്ടി ചുറ്റും ഒരു സംസർഗത്തിൻ്റെയും ആവശ്യമുണ്ട്. അതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. മനുഷ്യനൊരു സൊസൈറ്റി ആനിമലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേൾഡ് എല്ലാവരുമായിട്ട്. അപ്പോൾ സത്സംഗം എന്ന് പറഞ്ഞാൽ, സാധു സത്സംഗം എന്ന് പറഞ്ഞാൽ നല്ല ഇതിന് സ്പിരിച്വലായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ ചേർന്ന് നടന്നാൽ ആ മുമ്പോട്ട് പോകാനുള്ള പ്രേരണയും കിട്ടും, ഹെൽപ്പും കിട്ടും അതിനുള്ള. അതല്ലാതെ നമ്മൾ നിൽക്കാം, എനിക്ക് ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. വേറെ ഇൻഫ്ലുവൻസസ് വരും. അതാണ് ദുർസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദുർസംഗവും സത്സംഗം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കൂടുതലും ദുർസംഗമാണ്. അവിടെ വരുമ്പോഴാണ് സത്സംഗത്തിൻ്റെ ആവശ്യം. സത്സംഗം മീൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ ദ സെയിം തിങ് കമ്മിങ് ടുഗെദർ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എത്രത്തോളം പ്രീഡിസ്റ്റൈൻഡ് ആണ്? ലൈക്ക് ഈ സ്ട്രഗിൾ, ഇപ്പോൾ യു ഹാവ് ടു സ്ട്രഗിൾ ഓൾസോ ബിഫോർ യു റീച്ച് യുവർ ഗോൾ. എന്നാൽ ഇതൊരു പ്രീഡിസ്റ്റൈൻഡ് ജേർണി ആണോ? അല്ല. ഞാനത് ആ പ്രീഡിസ്റ്റൈൻഡ് എന്നുള്ള വേർഡ് ഞാൻ വളരെയധികം എൻകറേജ് ചെയ്യാറില്ല ആദ്യം. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാറ്റലിസ്റ്റിക് ലൈഫാണ്. എല്ലാം പ്രീഡെസ്റ്റിൻഡാണ്, ഞാനൊന്നും ചെയ്യില്ല, അത് നടക്കാനുള്ള എല്ലാം നടക്കില്ല. ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട്, അത് പ്രീഡെസ്റ്റിൻഡാണ്. ആ ബ്ലൂ പ്രിൻ്റിനകത്ത് ഫങ്ഷൻ ചെയ്യാനുള്ള കൊണ്ടാണ് ബ്രെയിനും ഫ്രീഡവും മൈൻഡും ഒക്കെ മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ എത്തും. 10 പേര് ഇതേ ജേർണിയിൽ ഇറങ്ങാനുള്ള ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. അതിലൊരാൾ പോവും, ചിലർ പോവില്ല. അത് നമ്മുടെ ഡിസിഷനാണ്. ഇല്ലെങ്കിൽ ബ്രെയിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാം പ്രീഡെസ്റ്റിൻഡ് അല്ലേ. ഡെസ്റ്റിനി മീൻസ് വാട്ട് യു മേക്ക് ഓഫ് യുവർ ലൈഫ് ഇസ് യുവർ ഡെസ്റ്റിനി. ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഈ ആസ്ട്രോളജേഴ്സിനൊക്കെ ജോലിയില്ലാതാവും. പക്ഷേ എന്നാലും അതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ചോദിക്കട്ടെ, ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ പൂന്തറ സ്വാമി അങ്ങനെ ഒരുപാട് സ്വാമികളുണ്ടായിരുന്നു. അവരെല്ലാവരും പല രീതിയിൽ ആൾദൈവങ്ങളായിട്ടാണ് അറിയപ്പെട്ടത്. ശ്രീയം ഒരു ആൾദൈവമാണ്. ആക്കാനുള്ള ശ്രമമൊക്കെ പലപ്പോഴും ഉണ്ടാവും പലയിടത്തുനിന്നും. പക്ഷെ ഞാനത് സമ്മതിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ആൾദൈവത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണ്? ഞാൻ എന്നെ കണ്ടപ്പോൾ ഒരു ദൈവമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മനുഷ്യനാണെന്നല്ലേ തോന്നുന്നത്. അപ്പം ഞാനത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം അതിൽ വലിയൊരു ഡേഞ്ചറുണ്ട്. ഈ ആൾ ദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ 2 രീതിയിൽ ഡേഞ്ചറുണ്ട്. ഒന്ന്, ആ പേഴ്സണാലിറ്റി തന്നെ കുറച്ച് കഴിയുമ്പം ഈഗോ അങ്ങോട്ട് കൂടും. ഈഗോ അങ്ങോട്ട് കൂടിയിട്ട് ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്പിരിച്വൽ ജേർണി തന്നെ തീർന്നു. രണ്ടാമത്, പിന്നെ ഞാൻ പറയുന്ന ടീച്ചിങ്സിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് എൻ്റെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാനല്ല ഇമ്പോർട്ടൻ്റ്, ഞാൻ പറയുന്നത് എന്താണ് അതിൽ ശ്രദ്ധിക്കുക. കാരണം എന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡെലിബറേറ്റായിട്ട് അങ്ങനെ ഒരു ഫിഗർ. പക്ഷെ എന്നാലും ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. കാരണം നമ്മുടെ ഇന്ത്യയിലെ കൾച്ചർ അങ്ങനെയാണ്. ഒരാളുടെ എന്തെങ്കിലും കപ്പാസിറ്റീസ് ഉണ്ടെങ്കിൽ അതൊരു ഡിവൈൻ ആണെന്ന് വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. പക്ഷെ എത്രത്തോളം പറ്റുമോ അത്രയും അവോയ്ഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ ശ്രമം.